ഉരുൾപൊട്ടൽ ദുരിതബാധിതരുള്ള സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് കോൺഗ്രസും ബി.ജെ.പിയും ആഹ്വാനം ചെയ്ത ഹർത്താൽ വിലങ്ങാട് തുടങ്ങി. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ദുരിതബാധിതർക്ക് മതിയായ സഹായം ലഭിച്ചില്ല, ദുരിതബാധിതരുടെ ലിസ്റ്റിൽ അനർഹർ കയറിപ്പറ്റി തുടങ്ങിയവയാണ് പ്രദേശവാസികളുടെ ആരോപണം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇന്നലെ വില്ലേജ് ഓഫീസിന് മുന്നിൽ നാട്ടുകാർ സമരം നടത്തിയിരുന്നു. വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന്. അഭിജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ. ക്രിസ്റ്റീന പ്രജിൻ, ഗുഡ് മോർണിംഗ്. വിലങ്ങാടുകാരുടെ ഹർത്താൽ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. കോൺഗ്രസും ബി.ജെ.പിയും ചേർന്നാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. പ്രധാനമായും ഈ പ്രദേശത്തുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് ഉരുൾപൊട്ടലുണ്ടായി 1 വർഷം പിന്നിട്ടിട്ടും ഇവർക്ക് മതിയായ സഹായങ്ങൾ സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇത്തവണയും മഴയുണ്ടായപ്പോൾ നിരവധി കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയിട്ടുണ്ട്. അവിടെ ഒരു ഉരുൾപൊട്ടലിന്റെ സാഹചര്യം കൂടി, അങ്ങനെ ഒരു ഭീഷണി കൂടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. പലതവണ മന്ത്രിമാരുൾപ്പെടെ ചീഫ് സെക്രട്ടറി വരെയുള്ളവർ ആ പ്രദേശത്തെത്തി സന്ദർശനം നടത്തിയതാണ്. പക്ഷെ മതിയായ സൗകര്യങ്ങൾ, മതിയായ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. അവർ പലരും ഇപ്പോൾ വാടക വീടുകളിൽ കഴിയുകയാണ്. വീട് തകർന്നവർക്ക് പുനരധിവാസത്തിന്റെ കാര്യങ്ങൾ ഇപ്പോൾ ശരിയാക്കി കൊടുത്തിട്ടില്ല. കൂടാതെ തന്നെ ഈ ദുരിതബാധിതരുടെ ലിസ്റ്റിൽ തന്നെ ക്രമക്കേടുണ്ട് എന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നുണ്ട്. ഇതൊക്കെ ചൂണ്ടിക്കാട്ടി ഇന്നലെയും അതിന് 2 ദിവസം മുൻപും വില്ലേജ് ഓഫീസിന് മുമ്പിൽ പ്രദേശവാസികൾ ഒരു പ്രതിഷേധം നടത്തിയിരുന്നു. ഇന്നലെ നേരിയ സംഘർഷത്തിലേക്കൊക്കെ ഈ പ്രതിഷേധം വഴിമാറുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ഹർത്താൽ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന പ്രജിൻ. ശരി, കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് അഭിജിത്ത് മുഴക്കുന്നാണ്.